ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താ പറയുക, ദുരന്തങ്ങളും സങ്കടങ്ങളും മാത്രമേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ അധ്യാപകർക്കും എന്താണ് അല്പം ആശ്വാസവും കുറച്ച് സന്തോഷവും നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇനി അങ്ങോട്ട് നമുക്ക് കൂടുതൽ അവധി ദിവസങ്ങൾ കിട്ടും എന്നുള്ളതാണ്. സത്യം പറ, കുറച്ചൊരു സന്തോഷം നിങ്ങൾക്ക് വന്നിട്ടില്ലേ? വരും. കാരണം എന്താ, അവധി കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം. എന്താ ഞാൻ ഏറ്റവും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇത് 2024 ഓഗസ്റ്റ് മാസത്തെ വിദ്യാഭ്യാസ കലണ്ടറാണ്. അതായത് ഈ മാസം എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ 5 ശനിയാഴ്ചകളുണ്ട് നമുക്ക്. ഈ 5 ശനിയാഴ്ച ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ശനിയും ഞായർ 5 കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു, ലക്കി മന്ത് ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ കേസിൽ ഈ 5 ശനിയാഴ്ചകളിൽ ഈ 2 ദിവസം ഒഴിച്ച് ബാക്കി 3 ശനിയാഴ്ചകളും എന്താണ്, നിങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം. ഓക്കെ, അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലേ, ഒരുപാട് അവധികൾ എന്തുണ്ട് കേരളത്തിൽ കിട്ടുന്നുണ്ട്. ഇപ്പം ജയന്തി, സമാധി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി അവധികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം സർക്കാരിന് എന്താണ്, ഒരു 220 ദിവസമെങ്കിലും ക്ലാസ് കൊടുക്കുന്നത് നിർബന്ധമാണെന്നുള്ള രീതിയിലാണ് കൂടുതൽ എന്താ പറയുക വർക്കിംഗ് ഡേയ്സിൽ അവധി വരുന്ന മാസങ്ങളിൽ ശനിയാഴ്ചകളിൽ ക്ലാസ് നൽകിയിട്ട് അത് ടാലിയാക്കി ഒരു മിനിമം ഒരു 220 ദിവസമെങ്കിലും ക്ലാസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. ആ തീരുമാനമാണ് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്താണ് ശനിയാഴ്ച ക്ലാസ് വെക്കുക എന്നുള്ള പരിപാടി നടക്കൂല എന്നർത്ഥം. അല്ല, ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കുക എന്നുള്ള പരിപാടി നടക്കൂല എന്നർത്ഥം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയമാണ്, ഇതൊരു നല്ല തീരുമാനമല്ലേ കൂടുതൽ ക്ലാസ് കിട്ടുക എന്നുള്ളത്. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തീരുമാനം എന്താണ്, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. അതായത് കേരളത്തിൽ ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് അല്ലേ, അതിലൊരു പാർട്ടാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. ഈ അധ്യാപകർക്ക് ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ലീവുകൾ കിട്ടുന്നുണ്ട്. അതങ്ങനെ വിട്ടാൽ പറ്റൂല എന്നുള്ള രീതിയിലാണ് ഇത് മെയിൻലി അധ്യാപകർക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇത് മെയിൻലി ഇത് ചെയ്തത്. പിന്നെ എന്താണ്, കുട്ടികൾക്ക് നല്ലതാണ് എന്നുള്ളൊരു അതിൻ്റെ ഒരു ഇത് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിപ്പം ഓഗസ്റ്റ് 31 ശരിക്കും വർക്കിംഗ് ഡേ ആണ്. ഓഗസ്റ്റ് 31 നിങ്ങൾക്ക് സെപ്റ്റംബർ 4 ഓണപ്പരീക്ഷ. ഈ 31 സെപ്റ്റംബർ 1 നിങ്ങൾ മാക്സിമം അതിന് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ 31 ക്ലാസ് ഉണ്ട്, എന്താ ചെയ്യുക? അതായത് കുറേ ക്ലാസ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്താണ് നല്ലതാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു തോന്നൽ വരുന്നത്, ഇത് നല്ലതാണെന്നുള്ളത്. കാരണം കുട്ടികൾക്ക് ആവശ്യത്തിന് അവധി കൊടുത്തേ പറ്റില്ല. എനിക്കൊന്ന് ലോകത്തുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലും എന്തില്ല, ആഴ്ചയിൽ 6 ദിവസവും ക്ലാസ് ഇല്ല. ശനിയും ഞായറും എന്താണ് കുട്ടികൾക്കൊന്ന് സ്വന്തമായി പഠിക്കാനും പിന്നെ അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ കൊടുക്കേണ്ടതാണ്. അതെന്താണ്, അധ്യാപകർക്ക് പണി കിട്ടും എന്നുള്ള രീതിയിൽ, പണി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് പണി കിട്ടും എന്നുള്ളത്. ആൻഡ് ഹൈക്കോടതി എന്താണ് അത് റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് 1, 2, 3, 4 അവധികൾ പ്രവൃത്തി ദിവസം കൂടാതെ എന്താണ് എല്ലാ ശനിയും ഞായറും നിങ്ങൾക്ക് അവധി തന്നെയായിരിക്കും. ആൻഡ് ഇത് എങ്ങനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക. ആൻഡ് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം.